ഹായ് ഗൈസ് പറയൂ. ഹലോ ഗൈസ് പറയൂ. എവിടേക്കാ പോണേ പറയൂ. എങ്ങടാ പോണേ? എറണാകുളം പറയൂ. നമ്മള് എറണാകുളം പോവാണ് അല്ലേ? ആ ഓക്കെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാ പറയൂ. ബൈ പറയൂ. സച്ചിൻ സച്ചിൻ നമ്മൾ എങ്ങടാ വന്നത് പറയൂ. ഭക്ഷണം കഴിച്ചു പറയൂ. ആദ്യം എന്താ കഴിച്ചത്? ചിക്കൻ മാത്രം അല്ലേ? എന്താ കഴിച്ചത് പറഞ്ഞെടുക്കൂ. നമ്മൾ ഭക്ഷണം കഴിക്കില്ല. എന്ത് കഴിക്കാണ്? പേരക്ക കഴിക്കാണ്. ആദ്യം എന്താ കഴിക്കണ? എന്താ പറഞ്ഞെടുക്ക്? കള്ള ചിരി കണ്ടില്ലേ? എന്താ കഴിക്കുന്നത്? നമ്മളെവിടെ എത്തി? ഹോട്ടലിലെത്തി പറയൂ. പറയൂ അതി. ഹോട്ടലിലെത്തി പറയൂ. നമ്മളിവിടെ എങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വെച്ചിട്ട് നമ്മളതാ മെട്രോന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് മെട്രോണാ പോണത്. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ഒന്ന് റൂമിലൊക്കെ പോയിട്ട് നമുക്ക് മെട്രോയിൽ പോകണം. ഇതാണ് ഹോട്ടൽ കേട്ടോ. ചുക്കുടു ചുക്കുടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്നു. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? അതി ടാറ്റാ പറയും. ഡോറൊക്കെ പൂട്ടിയതാണ്. യെസ്, മെട്രോ പോകണം. എന്താ ആദ്യമായിട്ട് മെട്രോ പോകണം. എൻ്റെ അവസ്ഥയിലാണ്. അതുകൊണ്ട് വലിയ ബാഗൊക്കെ ചുമന്ന് പോകുന്നുണ്ട്. എല്ലാരും ഉണ്ട്. അപ്പൊ അതേ ഗൈസ് നമ്മൾ ഇറങ്ങിട്ടോ. നമ്മളെ റൂമിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. കുറച്ച് നടക്കാനേ ഉള്ളൂ. അതേ ആദ്യക്കുട്ടൻ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ടിക്കറ്റ് എടുക്കാൻ പോയിട്ടോ ചേട്ടൻ. ഒന്നും പറയല്ല. ഇവിടുന്ന് ഞങ്ങൾ ലുലുക്കി ആയിരിക്കും പോണത് വിചാരിക്കുന്നു. കാരണം വേറെ സ്റ്റോപ്പ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കാർ എടുക്കാതെ റൂമിൽ നിന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ 100 മീറ്റർ. പക്ഷെ ഞങ്ങളിവിടെ കുറച്ചധികം 100 മീറ്ററായി എത്തുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്ററിലേറെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 1 മിനിറ്റ് ഇട്ടൊന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ബൈ ബൈ. അതല്ലേ അദ്വി? നമ്മൾ മെട്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്ന മെട്രോ. അതെ, നമുക്കുള്ള മെട്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ ഗൈസ്, നമ്മൾ ലുലുവിലെത്തിട്ടോ. മെട്രോയില് സീറ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷെ മെട്രോ കുഴപ്പമില്ല, സെറ്റാണ്. അത് ഡയറക്റ്റ് ലുലുക്കുള്ള എൻട്രി ഉണ്ടോ. അതെ ഗൈസ്, ലുലുവിലെത്തിട്ടോ. ഇനി ഡയറക്റ്റ് ലുലുക്കാണ് തോന്നുന്നു. ഷോപ്പിംഗ് ഒന്നുമില്ല, വണ്ടി കഴിക്കട്ടെ അല്ലേ വിചാരിക്കണം. ഏട്ടാ ലാസ്റ്റ് മെട്രോ എപ്പോഴാന്ന് ചോദിക്കാൻ പോകും. കാരണം അന്നത്തെ സമയത്ത് 8 മണി കഴിയും. 8 ആവാനായിട്ടുണ്ടോ? 7:30 ഒക്കെ ഉണ്ടാവും. 7:15 അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറിയ ചിലപ്പോൾ സമയം പോണത് അറിയണ്ടാവില്ല. ലാസ്റ്റ് എപ്പോഴാണെന്ന് ചോദിക്കാൻ പോകും. എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ. കഴിഞ്ഞ തവണ നോക്കുമ്പോഴും അങ്ങനെ കാല് സ്ഥലം ഉണ്ടായിരുന്നില്ല. ബൈ ബൈ. അതി അമ്മക്ക് തിരി തരുമോ?
തെറ്റി. അച്ഛനും കൊടുക്കുവോ? ആദ്യം അച്ഛനും കൊടുക്കുവോ? ആദി ഗുഡ് മോർണിംഗ് പറയൂ. ഇവിടെ ഗുഡ് മോർണിംഗ് പറയൂ. ഇല്ലേ? ഇതാണ് കേട്ടോ നമ്മളെ റൂം. ആകെ അലങ്കോലായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്തോണ്ടിരിക്കാണ്. അതാണ് ആകെ ഇങ്ങനെ നടക്കണത്. ഇവിടെ ആകെ ഉള്ളത് എന്താ വെച്ചാൽ ഇവിടുന്ന് നോക്കിയാൽ മെട്രോ കാണാം. അതെ, അതായത് ഫുൾ ടൗൺ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ടൗൺ ആണ്. മെട്രോ മെയിൻ റോഡ് അവിടെ ജസ്റ്റ് ഇവിടെ സൈഡില്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ആക്ടിവിറ്റി ഏരിയ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് റൂമുകൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഏതുവരെ വീഡിയോ നിർത്തിയത്? നമ്മൾ ലുലു ലാസ്റ്റ് കാണിച്ചു. റൂമിൽ ലുലുന്ന് ഇങ്ങനെ ലാസ്റ്റ് മെട്രോക്ക് വന്ന് ഇവിടെ റൂമിൽ അതൊരു ഓട്ടായിരുന്നു. പിന്നെ ഏറെക്കുറെ 11 ഒക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, കുറെ നടന്നിട്ട്. കാരണം ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയത്, തിരിച്ചിങ്ങോട്ട് നടക്കുകയത്. അപ്പോൾ കുറെ കാലത്തിന് ശേഷം നടക്കണതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പിന്നെ നന്നായിട്ടാണ് ഉറങ്ങി. പിന്നെ വീഡിയോന്റെ കാര്യമൊക്കെ മറന്നു. വീഡിയോ ഇന്ത്യയിൽ മറന്നു. രാവിലെ എണീറ്റിട്ടും തന്നെ ആദീനെ മാത്രം കാണിച്ചു കുറച്ചു നേരം. എന്തോ ഒത്തിരി എടുത്തു തോന്നുന്നു അല്ലേ, ആദീനെ മാത്രം. പിന്നെ എല്ലാവരും റെഡി ആവുന്ന തിരക്കില് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏറെക്കുറെ ഞങ്ങളിങ്ങനെ റെഡി ആവലൊക്കെ തുടങ്ങി. ഇനി ഇങ്ങനെ മേക്കപ്പ് പരിപാടികളും കൂടെ കഴിഞ്ഞു. പാക്കിംഗ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു. റൂമൊന്നും കാണിച്ചില്ല. റൂം ഒരു നോർമൽ റൂമാണ് നമ്മൾ എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇന്നലെ ആണെങ്കിലും വന്നിട്ട് ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ വേഗം പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് പോവാണ്. അപ്പൊ നമ്മള് മെയിനായിട്ട് വന്നത് എന്തിനാണ് ഒറ്റയടിക്കാണ് പറഞ്ഞതാണ്. നമ്മൾ എന്തിനാ വന്നതെന്ന് ഇതുവരെ നമ്മൾ ഇൻട്രോയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എറണാകുളത്തേക്ക് വന്നതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ആദ്യകൂട്ടിനൊരു ഷൂട്ട് പോലെ ഒരു സംഭവം ഉണ്ട്. ഷൂട്ട് എന്ന് വെച്ചാല് ഒരു RS മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഈ കിഡ്സിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ അവരുടെ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് അതിൽ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ അങ്ങോട്ട് കുറേ ഇങ്ങനെ ബ്രാൻഡിന്റെ ഷൂട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചാൻസ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഷൂട്ട് എന്താവും എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഇപ്പോൾ ആള് നല്ല ത്രില്ലിലൊക്കെയാണ്. നമ്മൾ പറയണ പോലെയൊക്കെ നിന്ന് തരുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് തരുന്ന ഡ്രസ്സ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് അവരാണ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അവരാണ് തരിക. അപ്പോൾ കംഫർട്ട് ആവുമോ, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമ്മള് പോയി നോക്കുന്നുണ്ട്. ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു അവസരം അധികം നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് വെറുതെ അവന്റെ ഒരു ഇഷ്ടത്തിന് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ബാക്കി നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഉള്ളതൊക്കെ കാണിച്ചില്ല. ഇവിടുന്ന് ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 11 മണിക്കാണ് നമ്മളെ ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ അവർ അവിടെ നിന്നാണ് തരിക. എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷൂ, അതുപോലെ ഡെനിമിന്റെ ജീന്, അല്ലെങ്കിൽ ഒരു കോട്ടിനെ കോട്ടിങ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മളോട് കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി മെയിൻ ഡ്രസ്സുകളൊക്കെ അവിടെ നിന്നാണ് അവർ തരിക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ പോയിട്ട് പറയാം. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ. യെസ്, അതി ഇവിടെ നോക്കൂ, ഹായ് പറയൂ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അവിടേക്ക് പോവാൻ. ആദ്യക്കൂട്ടൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊക്കെ നല്ല മൂഡിലാണ്. എന്താവും എന്നറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. നമ്മളപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ 2nd ഫ്ലോറിൽ എവിടെയോ ആണ് എന്നാണ് പറഞ്ഞത് അവരുടെ ഓഫീസ്. നമ്മളൊന്ന് പോയി നോക്കട്ടെ. നമ്മളിവിടെ എത്തിയിട്ടോ. അല്ല മോനെ, ഫോട്ടോ എടുക്കാനല്ലേ? തുമ്പ കാണിക്കണ്ട. ചിരിക്കൂ. കൈ ഇങ്ങനെ വെച്ചോ. ക്ലാസ്സിലാവണ്ടപ്പോ അത് വേണം. മാമേനെ നോക്കണം, അവിടെ കറക്റ്റ് കിട്ടും. അവിടെ നിൽക്കൂ, കറക്റ്റ് എങ്ങനെ നിൽക്കൂ. മാമേനോട് റെഡിയായി മാമേനെ നോക്കൂ.
നേരെ നിൽക്കൂ സ്റ്റാച്ചു നിങ്ങൾ നോക്കൂ. അപ്പോൾ അതേ ആദ്യക്കുട്ടൻ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മാരകമായ ഷൂട്ടിങ്. ഇത് വരെ തന്നെ ഷൂട്ടിംഗ് പ്ലേസുകളാണ് കേട്ടോ. കുറേ സെറ്റുകളുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചു, വല്ലാണ്ട് ക്ഷീണിച്ചു. ക്യാമറാമാൻമാർ ക്ഷീണിച്ചു അല്ലേ ആദ്യക്കുട്ട? എല്ലാവർക്കും പണിയെടുത്തു മതി. ദാദാ ആണോ? അങ്ങനെ തോന്നിയോ? അദ്വി കുട്ടി എന്തിലാ കയറിയത്? വാട്ടർ? ഹലോ ഗൈസ് പറഞ്ഞില്ല? അത് എവിടെയാണ്? വെള്ളം അവിടെ കാണിച്ചു അങ്ങനെ അറിയുന്നു. അപ്പോൾ നമ്മൾ മെട്രോ എത്തിയിട്ട് നമ്മൾ വൈപ്പിനോ അവിടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ഡയറക്റ്റ് ആ മെട്രോയ്ക്ക് തന്നെ നമ്മൾ വേഗം ടിക്കറ്റ് എടുത്ത് തിരിച്ച് കയറുക കേട്ടോ ചെയ്ത്. ഇത് നമ്മൾ തിരിച്ച് പോണതാണ് ശരിക്കും. ആ മെട്രോ തന്നെ നമ്മൾ തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോണതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ വാട്ടർ മെട്രോയിലൊക്കെ ഒരു പോക്കൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ കാറിക്ക് പോവാണ്. എന്താ തീക്കുട്ട കാണിക്കണേ? നടന്നേ വരാം. എന്നാ അതവിടെ ഇട്ടിട്ട് നടക്കും. എന്നാലേ ഫുഡ് ഇട്ടോളൂ. എന്നാ അവിടെ ഇട്ടിട്ട് നടക്കൂ. അതവിടെ ഇടണം. പുല്ലവിടെ ഇട്ടോളൂ. നടക്കൂ. ഓക്കെ. നല്ല ആദ്യം എവിടെ? ആദ്യം എവിടെയുള്ളത് പറയൂ. പെരിന്തൽമണ്ണയാണ് പറയൂ. പറയില്ല. ഞങ്ങളിതാ പെരിന്തൽമണ്ണ എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ തീരെ വയ്യാതെ ആദ്യക്കൂട്ടം അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് സാധാ ഡ്രസ്സ് ഇടിപ്പിച്ചു കേട്ടോ. ഫുൾ കൈ ഇട്ടിട്ട് കുറേ നേരം ആകെ ചൂടൊക്കെ എടുത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ആകെ ക്ഷീണിച്ചു. എനിക്ക് ബാക്ക് പെയിനും ഒക്കെ ആയിട്ട് ആകെ എല്ലാവരും ഓഫാണ്. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും പിന്നെ അധികം എടുത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അധികമൊന്നും ഉണ്ടാവില്ല. കുറേ പീസുകളായിരിക്കും. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണേ. അപ്പം എന്തായാലും ബൈ പറയൂ. അടുത്ത വീഡിയോയിൽ ബൈ. അടുത്ത വീഡിയോയിൽ കാണാൻ പറയൂ. വേറെന്താ പറയാനുള്ളത്? എവിടെ പോയതായിരുന്നു പറഞ്ഞു? വീണോ? എല്ലാരും വീണോ? അപ്പൊ ആരാ നമ്മളെ വീഡിയോ കാണുക? എല്ലാരും വീണില്ലേ? വീഡിയോ കാണാൻ പറ്റില്ലല്ലേ? ബൈ പറയും. ഓ അത് ശരിയാ. ഓക്കെ എന്നാ സി യു പറഞ്ഞോളൂ. ആരുമില്ല, എല്ലാവരും ഇടിച്ചിട്ടില്ലേന്ന്. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എന്നാണ് വരിക എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ അതെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടായിരിക്കും മിക്കവാറും ഇടുന്നത്. അതായത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ക്രീനിങ് സെക്ഷനായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിങ് പാസ്സായി കഴിഞ്ഞാലാണ്, അതായത് നമുക്ക് ഫോട്ടോ ഫേസ് കാര്യങ്ങളൊക്കെ നോക്കുക വരും. അപ്പോൾ
അപ്പോൾ ആ സ്ക്രീനിങ് പാസ്സായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾക്ക് ഇതിന് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടിയുടെ കുറേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അതിന്നാണ് അവർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടും അതെന്താ ചിലപ്പോൾ നമ്മൾ മാത്രമുള്ള സമയത്തൊക്കെ എടുക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ സ്ക്രീനിങ് സെക്ഷൻ നടത്തും. അതൊന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അവർ അതാത് ബ്രാൻഡിൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഒറിജിനൽ ഈ കൊമേഴ്സിക്കുള്ള ബ്രാൻഡ് ഷൂട്ടുകൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് ഷൂട്ട് ചെയ്തു. ഒരു വൈറ്റ് ടീഷർട്ട് വെച്ചിട്ടൊരു ഇങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫോണ് വൈബ്രേറ്റ് ആവുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയൊരു 20 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസും അത് ഏത് സൈറ്റിലാണ് വരച്ച് അതിൻ്റെ ലിങ്കൊക്കെ അവരൊന്ന് അയച്ചു തരും. അപ്പോൾ മേ ബി അതും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അവിടെ അതിൽ ആഡ് ചെയ്യണം വിചാരിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ശരി.